ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായവനെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ ഇപ്പോൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് ചേർത്തിരുത്തിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ തേജസ്സും കരുണയും ഓരോ പ്രിയപ്പെട്ടവരും അനുഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ വലിയ സാന്നിധ്യം ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഇറങ്ങി വ്യാപരിപ്പാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവചനം സ്വീകരിക്കുവാനും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ചേർന്നിരിപ്പാനും തടസ്സമായി ഈ പ്രിയപ്പെട്ട ജനത്തിന് നടുവിലുള്ള സകല ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് അകറ്റുന്നു. യേശു ശുശ്രൂഷിക്കുന്ന എല്ലാവരും കർത്താവിന്റെ തേജസ്സിലേക്ക് ചേർന്ന് വരട്ടെ, ദൈവകൃപയിലേക്ക് ചേർന്ന് വരട്ടെ, പരിശുദ്ധാഭിഷേകത്തിലേക്ക് ചേർന്ന് വരട്ടെ, ദൈവകരുണയിലേക്ക് ചേർന്ന് വരട്ടെ, വചനം ഉള്ളിൽ പ്രവേശിക്കുന്നവരായി മാറട്ടെ, രൂപാന്തരപ്പെടട്ടെ, അനുഗ്രഹത്തെ സ്വീകരിക്കട്ടെ. എല്ലാ വിഷയങ്ങളിലും ദൈവം അനുഗ്രഹിക്കുന്ന നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ വചനം സംഖ്യാപുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യം. മോശ വടികളെ സാക്ഷ്യം കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പശ്ചാത്തലം, പൗരോഹിത്യ ശ്രേണിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഇടയില് കോരഹപുത്രന്മാരുടെ ഇടയിൽ നിന്ന് ചില തർക്ക വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടു. എല്ലാ ഗോത്രങ്ങളിൽ നിന്നും വടി കൊണ്ടുവരിക എന്ന് പറഞ്ഞു. മോശ വടികളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ചു. അതിൽ അഹറോന്റെ വടി കിളിർക്കുകയും ദൈവം അഹറോനെ തിരഞ്ഞെടുക്കുകയും ദൈവം അഹറോനിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് ജനം മനസ്സിലാക്കുകയും ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന സന്ദേശം, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും വേദനകളും സങ്കടങ്ങളും വരുമ്പോ ഏത് ബുദ്ധിമുട്ടാണെങ്കിലും മോശ നമുക്ക് ചെയ്തു തന്ന മാതൃക നമുക്ക് ഏറ്റവും ഗുണം ചെയ്യും. തർക്ക വിഷയങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും വരിക, ദൈവത്തിന്റെ അടുത്തേക്ക് എല്ലാം സമർപ്പിക്കുക. ആരുടെ വടിയാണോ തളർക്കുന്നത്, അതായത് ദൈവം ഏത് വിഷയത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, എന്തിനും ഏതിനും ആശ്രയിക്കുവാൻ സാധ്യമാകുന്ന ഒരിടമാണ് ദൈവസന്നിധി. ഇന്നിന്റെ ദിവസത്തിന്റെ ഭാഷയിൽ അത് പറയുമ്പോൾ നാം എന്ത് പ്രയാസവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൻ ചൂട്ടിലാണ് വരേണ്ടത്. യേശുവിന്റെ തിരുസന്നിധിയിലേക്ക് നാം സമർപ്പിപ്പിക്കുമ്പോൾ അതിനകത്ത് ഒരു ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു വിഷയമില്ല. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അല്ലെങ്കിൽ നിയോഗം, ജോലി എന്ത് തന്നെയാണെങ്കിലും അവിടെ നിങ്ങൾക്കൊരു പ്രതിസന്ധിയോ ബുദ്ധിമുട്ടോ വന്നാൽ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടൊരു വഴി തെളിഞ്ഞു കിട്ടും. ഈ രണ്ട് സന്ദേശവും
ദൈവം നമുക്ക് തരുന്നത് നാം കർത്താവിൽ ഫലം കായ്ച്ച് ദൈവം നമുക്ക് നൽകിയ ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ കർത്താവിനെ ആരാധിച്ച് പൂർത്തീകരിക്കണമെന്നുള്ളതാണ്. ഈ നിയോഗത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിക്കുന്നത് സാത്താന്റെ സൈന്യമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് രാത്രിയുടെ ഇപ്പോൾ ഈ സമയം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുപാട് ശക്തീകരിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിതം കർത്താവിനോട് ചേർന്ന് ഫലം കായ്ക്കുന്നതായി മാറട്ടെ. യേശുവിന്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ സമയം ഒരുങ്ങുന്നു. നിങ്ങൾ സമർപ്പിക്കൂ. കർത്താവ്, ഇപ്പോൾ വചനം കേട്ട് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ശരീരത്തിൽ നിന്ന്, ഇവരുടെ ജീവിതത്തിൽ നിന്ന് സകല പൈശാചിക ബാധകളും ശാപങ്ങളും യേശുവിന്റെ നാമത്തിൽ പൊട്ടപ്പെട്ടു പോകട്ടെ. കർത്താവിന്റെ ശരീരത്തോട് ഇവർ ചേർക്കപ്പെടട്ടെ. ഇവർ ഫലം കഴിക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവരുമായി മാറട്ടെ. സൗഖ്യത്തിന്റെ ആത്മാവ് ഇവരിൽ വ്യാപരിക്കട്ടെ. വിടുതലിന്റെ ആത്മാവ് ഇവരിൽ വ്യാപരിക്കട്ടെ. അനുഗ്രഹത്തിന്റെ കർത്താവിന് മഹത്വം കരയറ്റുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദിവസവും 2 ശുശ്രൂഷകൾ നമുക്കുണ്ട്. പകൽ സമയത്ത് 2 മണിയുടെ ഈ പ്രാർത്ഥനായോഗം, അതുപോലെ തന്നെ വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനായോഗം. രണ്ടും ഉപയോഗിക്കുവാൻ അത്യുന്നതനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.